ഹലോ ചിൽഡ്രൻ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല കുട്ടികളായിട്ട് വീട്ടിലിരിക്കുന്നുണ്ടോ? എല്ലാവരും സ്കൂളിൽ വരാൻ വേണ്ടി പുതിയ ബാഗും പുതിയ യൂണിഫോമും ഷൂസും ബുക്സും ഒക്കെ ആയിട്ട് സ്കൂളിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ? നമുക്ക് എന്താ സ്കൂളില്ലാത്ത? കൊറോണ കാരണമാണ് നമുക്ക് സ്കൂളില്ലാത്തത്. എല്ലാവരും വീട്ടിൽ നല്ല കുട്ടികളായിട്ടിരിക്കണം. അങ്ങനെ അധികം പുറത്തോട്ടൊന്നും പോകരുത്. കുഞ്ഞു കുട്ടികൾ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് വേഗം കൊറോണ വരും. അതുകൊണ്ട് ശ്രദ്ധിച്ചും സൂക്ഷിച്ചൊക്കെ ഇരിക്കണം കേട്ടോ വീട്ടിൽ. ഇനി നിങ്ങളെല്ലാവരും അയച്ചു തന്ന പിക്ചേഴ്സൊക്കെ മിസ് കണ്ടു കേട്ടോ. കഴിഞ്ഞ ദിവസം തന്ന ആക്ടിവിറ്റീസ് ഇല്ലേ? എന്തായിരുന്നു ആക്ടിവിറ്റി? നമ്മൾ ഒരു ഷേപ്പിൽ കളർ ചെയ്തു. നിങ്ങൾ കുറേ പേര് മിസ്സിന് പിക്ചേഴ്സൊക്കെ അയച്ചു തന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. ഗുഡ് ചിൽഡ്രൻ ആണ് കേട്ടോ. പിന്നെ ഇന്നലെ നമ്മൾ എന്താ ആക്ടിവിറ്റി ചെയ്തത്? ഒരു ആപ്പിളിൻ്റെ അകത്ത് നമ്മൾ പേപ്പർ ഗമ്മ് തേച്ച് ഒട്ടിച്ചു വെച്ചു അല്ലേ? എല്ലാവരുടെ ആപ്പിളിൻ്റെ പിക്ചർ കാണാൻ എന്ത് ഭംഗിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. മിസ്സിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മിസ്സിൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ് കേട്ടോ. ഇനി ഇതുപോലെ മിസ് ആക്ടിവിറ്റീസൊക്കെ തരുമ്പോൾ വേഗം വേഗം ചെയ്ത് അയക്കണേ. ഇനി നമുക്ക് ഇന്ന് എന്താ പഠിക്കേണ്ടത്? നമുക്കൊരു സ്റ്റാൻഡിങ് ലൈൻ പഠിച്ചാലോ? നമുക്ക് എല്ലാവർക്കും ABCD ഒക്കെ എഴുതണ്ടേ? ABCD ഒക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിക്കണം. അതിന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാനാണ്. എന്താ സ്റ്റാൻഡിങ് ലൈൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുന്ന ലൈൻ. നിങ്ങളുടെ ഫാദറൊക്കെ പുറത്തുനിന്ന് വന്നാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കില്ലേ? നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റിൽ തന്നെ ഇരിക്കുമോ? അല്ലെങ്കിൽ അവർ വരുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയൊക്കെ ചെയ്യുമോ? ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇനി അങ്ങനെ ചെയ്യണം കേട്ടോ. മിസ്സിന് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ച് കാണിക്കട്ടെ നിങ്ങൾക്ക്. ഇതാണ് സ്റ്റാൻഡിങ് ലൈൻ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ, വലിയ ആളുകൾ, നിങ്ങളെക്കാളും വലിയ ആളുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാറില്ലേ? നിങ്ങൾ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നേ? ഇതുപോലെയാണോ? ഇതുപോലെയാണോ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത്? ഇവിടെ കണ്ടോ, ഈ കുട്ടിയും എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടോ? സ്റ്റാൻഡിങ് ലൈൻ എങ്ങനെയാ? ഇങ്ങനെ കണ്ടോ? ഇതാണ് സ്റ്റാൻഡിങ് ലൈൻ. കണ്ടോ? സ്റ്റാൻഡിങ് ലൈൻ. ഇനി ഈ സ്റ്റാൻഡിങ് ലൈൻ വെച്ച് നമുക്ക് കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചാലോ? മിസ് ഇവിടെ ഒരു ക്ലൗഡ് വരയ്ക്കുകയാണ്. കണ്ടോ? ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘം. ഈ മേഘം എവിടെ ഉണ്ടാവണത്? ആകാശത്ത്, സ്കൈയിൽ. അപ്പോൾ മഴ പെയ്യുവാണ്. ഈ മേഘത്തിൽ നിന്ന്, ഈ ക്ലൗഡിൽ നിന്ന് മഴ പെയ്യുക. അപ്പോൾ ഈ മഴ എങ്ങനെയാണ് പെയ്യണത്? സ്റ്റാൻഡിങ് ലൈൻ, 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 സ്റ്റാൻഡിങ് ലൈൻ. ഇതുപോലെ മഴ സ്റ്റാൻഡിങ് ലൈൻ ആയിട്ടാണ് നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ പെയ്യണത്. ഈ ഡോട്ട് ഇട്ടേക്കുന്ന കണ്ടോ? അതിൻ്റെ മുകളിൽ കൂടി നിങ്ങളിങ്ങനെ വരയ്ക്കണം. കണ്ടോ? ഇതുപോലെ വരയ്ക്കണം. നിങ്ങൾക്ക് ക്ലൗഡ്സ് ഒന്നും വരയ്ക്കാൻ അറിയണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ പാരൻസിനോട് ഇതുപോലൊരു ക്ലൗഡ് വരച്ച് തന്നിട്ട് അതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട്, മഴ പെയ്യണ പോലെ ഡോട്ട് ഇട്ടിട്ട് തരാൻ പറയണം. എന്നിട്ട് നിങ്ങൾ ആ ഡോട്ടിൻ്റെ മുകളിൽ കൂടി സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കണം. ഇനി നമുക്ക് വേറൊരു പിക്ചർ വരച്ച് നോക്കിയാലോ?
ഇനി നമുക്ക് വേറൊരു പിക്ചർ വരച്ച് നോക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ചെടിയില്ലേ? ചെടിയിൽ നിറച്ചും പൂക്കളുണ്ടോ? ഫ്ലവേഴ്സ് ഉണ്ടോ? മിസ് ദേ ഇവിടെ ഒരു ഫ്ലവർ വരയ്ക്കാൻ പോവാം. ഇവിടെ ഒരു ഫ്ലവർ വരച്ചു, ഇവിടെയും ഒരു ഫ്ലവർ വരച്ചു. ഇനി ഈ ഫ്ലവർ വെറുതെ ഇങ്ങനെ നിൽക്കുമോ? ഇല്ലല്ലോ. അത് ഒരു ചെടിച്ചട്ടിയിൽ നട്ടുവെച്ചേക്കാം, ഒരു പോട്ടിൽ നട്ടുവെച്ചേക്കാം. ദാ കണ്ടോ? ഇനി ഈ ചെടിക്ക് നമുക്ക് സ്റ്റെമ്മ് വരച്ചു കൊടുക്കണം. ഈ ചെടി ഇങ്ങനെ വെറുതെ നിൽക്കുമോ? ഇല്ലല്ലോ. ഈ പോട്ടിലോട്ട് നമുക്കിത് ഇങ്ങനെ ഡോട്ട് 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 ഇട്ട് വെക്കണം. എന്നിട്ട് ഈ ഡോട്ടിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കണം. ഇതുപോലെയൊക്കെ വരച്ച് തരാൻ പറയണം കേട്ടോ. ഫ്ലവറും പോട്ടും ഒക്കെ നിങ്ങളുടെ പാരൻസിനോട് വരച്ചു തരാൻ പറയണം. എന്നിട്ട് നമുക്കിതുപോലെ വരയ്ക്കാം. ഇത് കണ്ടോ? ഒരു ടാപ്പ്, ഒരു പൈപ്പ്. ആ പൈപ്പിൽ കൂടി വെള്ളം വീഴുന്നത് എങ്ങനെയാ? താഴോട്ടല്ലേ പൈപ്പിൽ കൂടി വെള്ളം വീഴുന്നത്? ആ വെള്ളം വീഴുന്നത് എങ്ങനെയാണ്? സ്റ്റാൻഡിങ് ലൈൻ പോലെ. കണ്ടോ? ഇങ്ങനെ ഈ ടാപ്പിൽ നിന്ന് വെള്ളം വീണ് നിങ്ങളുടെ പാരൻ്റ് വെച്ച ബക്കറ്റിനകത്തോട്ടേക്ക് വെള്ളം വീഴുന്ന കണ്ടോ? ഈ വെള്ളം എങ്ങനെയാണ് വീഴുന്നേ? ഈ സ്റ്റാൻഡിങ് ലൈൻ പോലെ. കണ്ടോ? സ്റ്റാൻഡിങ് ലൈൻ പോലെ. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് പിക്ചറാണ് വരയ്ക്കാം? ഇനി നമുക്കൊരു ട്രീ വരയ്ക്കാം. ആ ട്രീയിൽ കുറേ ആപ്പിളുണ്ട്. കുറേ ആപ്പിളുണ്ട്. അപ്പോൾ ഒരാപ്പിൾ പെട്ടെന്ന് താഴെ വീണു. കണ്ടോ? ഒരാപ്പിൾ പെട്ടെന്ന് താഴെ വീണു. ആപ്പിൾ എങ്ങനെയാണ് വീണത്? സ്റ്റാൻഡിങ് ലൈൻ പോലെ. കണ്ടോ? അപ്പോൾ ദേ ഇപ്പുറത്തെ സൈഡിൽ നിന്നും ഒരു ആപ്പിൾ താഴെ വീണു. ആ ആപ്പിൾ എങ്ങനെയാ താഴെ വീണത്? സ്റ്റാൻഡിങ് ലൈൻ പോലെ. കണ്ടോ? അപ്പം നമുക്ക് ഈ ഡോട്ടിൻ്റെ മുകളിൽ കൂടി പിന്നെയും വരയ്ക്കാം. ഈ ഡോട്ടിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വരച്ചു കൊടുക്കാം. കണ്ടോ? അപ്പം മിസ്സിൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാൻ പഠിച്ചോ? എങ്ങനെയാണ് സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നത്? ഇങ്ങനെ. നിങ്ങൾ ആദ്യമൊക്കെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും കേട്ടോ. കുഴപ്പമില്ല. കുറേ വരച്ച് കുറേ ഈ ഡോട്ട് ഇങ്ങനെ നിങ്ങളുടെ പാരൻസിനോട് ഇതുപോലെ ഇങ്ങനെ ഡോട്ട് ഇട്ട് തരാൻ പറയണം. എന്നിട്ട് നിങ്ങൾ ആ ഡോട്ടിൻ്റെ മുകളിൽ കൂടി വരയ്ക്കണം. അങ്ങനെ കുറേ വരച്ച് പഠിച്ചു കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് വരയ്ക്കാൻ പറ്റും. എല്ലാവരും വീട്ടിൽ വരച്ച് നോക്കണം. ഇന്ന് തന്നെ ഇതെല്ലാം വരച്ച് നോക്കണം. എന്നിട്ട് നല്ല കുട്ടികളായിട്ട് ഈ ചെയ്തതിൻ്റെ ഫോട്ടോയോ വീഡിയോ ഒക്കെ മിസ്സിന് സെൻഡ് ചെയ്ത് തന്നെ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും മറക്കാണ്ട് സ്റ്റാൻഡിങ് ലൈൻ വീട്ടിൽ വരച്ച് പഠിക്കണം. ഈ സ്റ്റാൻഡിങ് ലൈൻ പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ഇനി എന്തൊക്കെയാണ് അടുത്ത് പഠിക്കാനുള്ളത്? സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, ഫ്രണ്ട് ഓപ്പൺ കർവ്, ബാക്ക് ഓപ്പൺ കർവ്, ഇതൊക്കെ പഠിക്കണ്ടേ? ഇത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്തെഴുതാൻ പറ്റുള്ളൂ? ABCD എഴുതി പഠിക്കാൻ പറ്റുള്ളൂ. ABC അങ്ങനെ ലെറ്റേഴ്സൊക്കെ എഴുതി പഠിക്കണ്ടേ? അപ്പോൾ എല്ലാവരും വേഗം ഈ ആക്ടിവിറ്റി ചെയ്തിട്ട് മിസ്സിനെ സെൻഡ് ചെയ്യുക. മിസ് നോക്കട്ടെ മിസ്സിൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഗുഡ് ചിൽഡ്രൻ ആണോ എന്ന്.
വേഗം സെൻഡ് ചെയ്യണം കേട്ടോ.